ഈ വീഡിയോ എന്ന് പറയുന്നത് സിറ്റി ടൂറിൻ്റെ വീഡിയോ ആണ്. ശരിക്കും നിങ്ങളൊരു ട്രിപ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അവരൊരു വൺ ഡേ പ്രോഗ്രാമായിട്ടൊക്കെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈം കൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിരിക്കുകയാണ്. നാഷണൽ മ്യൂസിയം ഓഫ് മലേഷ്യ ആണ്. ഇവിടെ 5 റിംഗറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഉള്ളിലോട്ട് കയറേണ്ടത്. അപ്പോൾ നമുക്ക് പോയി കാണാം. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ടൈം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര സമയമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് പോയി കയറി നമ്മൾ കണ്ടിറങ്ങി. അപ്പം എല്ലാവർക്കും മ്യൂസിയത്തിൻ്റെ ഉള്ളൊന്നും കാണാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് പക്ഷേ ഇഷ്ടമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏറ്റവും അവസാനം മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം കണ്ട കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടാണ് പോയത്. ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ ഒരു സമയത്തെ കാഴ്ചയാണ് ഈ ബസ് സ്റ്റാൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇത് ശരിക്കും മനുഷ്യന് ഉപകരിക്കണം എന്ന് വിചാരിച്ച് പണിയുന്ന ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൂല് പോലത്തെ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആൾക്കും ഇരിക്കാൻ പറ്റില്ല. പിന്നെ പല സ്ഥലത്തും നമുക്കൊന്നും നിൽക്കാൻ പോലും പറ്റില്ല, വളരെ മോശമായ സ്മെല്ല് കാരണം. ഇപ്പം എന്ത് കാര്യങ്ങൾ പണിയുമ്പോഴും അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള രീതിയിൽ പണിയുന്നതാണ് ഇപ്പോഴും നല്ലത്. അതെല്ലാം എന്താ പറയുക, ചെറിയ ചെറിയ പാലങ്ങളും ഉണ്ടിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്ക് വേ കൊണ്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികളെ കാണാം, അവിടെ ഒരു വാക്ക് വേ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മെത്തിക്ക സ്ക്വയർ വരുന്നത്. ഇതാണ് അബ്ദുൽ സമദ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിരുന്നു. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നു. എന്നാലും അതിൻ്റെ ഫ്രണ്ടിൽ പോകാനും പിക്ചേഴ്സ് എടുക്കാനൊക്കെ പറ്റും. ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ മുൻപിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേരാപ്പാര നടന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടുത്തെ ഒരു വെഡിങ്ങിന് ശേഷമുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരറിയാതെടുത്തു. അതൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വന്നിട്ട് എടുക്കുന്നതാണ്. നൈസ്. ഇവിടെ ഒത്തിരി ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ലൊക്കേഷനും ആംബിയൻസും ഒക്കെയാണ് കേട്ടോ. അതെ, അവിടെ ആ ഒരു ഇതിലുണ്ട്. ഇത് മലായ് വെഡ്ഡിങ്ങിൻ്റെ കോസ്റ്റ്യൂംസാണ് അവർ. ഉള്ളിലോട്ട് പ്രവേശനം ഇല്ലെങ്കിലും നമ്മൾ ഈ പുറത്ത് നിന്ന് അതിൻ്റെ ഒരു വൈബൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പോയത് ഒരു ഈവനിങ് ടൈമിലാണ്. അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, വേൾഡ് ട്രിപ്പ് പോവാണ് ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട്. അപ്പം നമ്മളത് കണ്ടപ്പോൾ നമ്മളത് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ കുറേ കുട്ടികൾ സൈക്കിളെല്ലാം ഓടിക്കുന്നുണ്ട്. വളരെ ചെറിയ സൈക്കിൾ, നല്ല രസമുണ്ട് കേട്ടോ അവർ ഓടിക്കുന്നതാണ്. അവരെക്കാളൊക്കെ ചെറുതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ചെറുതായിട്ടുള്ളൊരു സൈക്കിള്. ഇത് കണ്ടോ, പിള്ളേർ ഓടിക്കുന്ന സംഭവം സൈക്കിൾ തന്നെയാണ്. ഇവർ പല ആംഗിളിലൊക്കെ ഇത് മാറി മാറി ഓടിക്കുന്നുണ്ട്. ചെറിയ സൈക്കിളാണ്. ഇങ്ങനെയുള്ള ചെറിയ സൈക്കിൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാലും ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ഈ പിള്ളേർ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിനെ പറയുന്നതാണ് ബൈസിക്കിൾ അലാച്ച്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരിതിൽ കിടന്നും നിവർന്നും ഒക്കെ പോകുന്നുണ്ട്. ഇതിന് ഇവർക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടെന്നാണ് ഈ പിള്ളേർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്, കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇവരെ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ പ്രാക്ടീസിന് വരുന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു കൈയൊക്കെ.
ഈ അബ്ദുൽ സമദ് മോസ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഇതാണ് മെദേക്ക സ്ക്വയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവരുടെ ഇൻഡിപെൻഡൻസ് ഇവിടെ വെച്ചിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. കണ്ടോ, നാഷണൽ ഫ്ലാഗ് ഓഫ് മലേഷ്യ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ചുറ്റും ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഉള്ളത്. ബിൽഡിങ്ങുകളൊന്നും പൊളിച്ചു നീക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നതിനൊരു ഉത്തമ മാതൃകയാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, ഇതിൻ്റെ അടിയിലുണ്ടല്ലോ, ഈ സ്ക്വയറിൻ്റെ അടിയിൽ ശരിക്കും പാർക്കിംഗ് ഉണ്ട്. നല്ലൊരു പരിപാടിയാണ്. കാരണം പഴയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ അതേപോലെ വെച്ച് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പാർക്കിംഗ്. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റാണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ഒത്തിരി ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴി തന്നെ ഉണ്ട്. അവിടെ നിന്നൊരാൾ അടിപൊളിയായിട്ട് അവരുടെ ഭാഷയിൽ പാടുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. നാട്ടിലുള്ളവരൊക്കെ നല്ല കലാകാരന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കണ്ടു, നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സംഭവം കണ്ടു, ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊന്നുമല്ല, ക്യാൻഡിൽസ് ആണ്. നല്ല ഭംഗിയായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പല പല ഷേപ്പിൽ പല പല വെറൈറ്റിയിൽ ഒക്കെ ക്യാൻഡിൽസുകൾ ഇവിടെ കണ്ടു. നമുക്ക് വാങ്ങാനൊക്കെ തോന്നും എന്ന് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. ഒത്തിരി ഹാൻഡിക്രാഫ്റ്റഡ് പ്രോഡക്ട്സുകൾ ഇവിടെ ഉണ്ട്. നോക്കിയാൽ തന്നെ അറിയാം 100% ഹാൻഡ് മെയ്ഡ്. സത്യാവസ്ഥയാണ്. അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് പ്രത്യേകതകളുണ്ട്. ഇവിടെ കണ്ട പല സംഭവങ്ങൾക്കും നല്ല രസമുണ്ട്. നെയിൽസാണ്, ഒത്തിരി വെറൈറ്റി ഓഫ് നെയിൽസുകളുണ്ട്. നെയിൽ സ്റ്റുഡിയോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ സ്പേസിലാണ് കേട്ടോ അവരിത് ചെയ്യുന്നതെല്ലാം. അവിടെ ആ കാണുന്ന ഒരു ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്ലവേഴ്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹാൻഡിക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. കൈ കൊണ്ട്, അത് നൂലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ കുറേ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഒത്തിരി ഈ സംഭവങ്ങൾ, പഴയ ടൈപ്പ് ഓഫ് ക്യാമറാസൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ ക്ലോത്ത്സ്, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. പറയാനുള്ളത്, ഒരു മാർക്കറ്റ് സ്പേസ് പോലെയല്ല തോന്നിയിട്ടുള്ളത്. ഒരു മോളായിട്ട് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മോളാണ്, ചെറിയൊരു മോള്, ഇതൊരു മാർക്കറ്റ് എന്ന് പറയുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ലൈറ്റ്സുകൾ കാണാനായിട്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പെട്രോണാസിലേക്കാണ്. അപ്പം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണുക. അതിന് ശേഷം ബാക്കിയുള്ള വീഡിയോയും കാണുക. കാരണം പെട്രോണാസും കാര്യങ്ങളും എല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ഇതായി കാണുന്നതൊക്കെ പ്ലാസ്റ്റിക് കൊട്ടകളാട്ടോ.
നീയല്ലേ വാങ്ങ, അപ്പം ഞാൻ എന്തോന്നു? അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മാർക്കറ്റായിട്ട് തോന്നിയോ? ഇല്ലല്ലോ. എനിക്ക് അതേ ഫീലിംഗ് ആണ്. ഒരു സ്മെല്ലോ ഒന്നുമില്ല. ആൻഡ് ഇറ്റ്സ് റിയലി പ്ലസൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല മണവും നല്ല കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി, എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. പിന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളും ഉണ്ട്. ഒത്തിരി വെറൈറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉള്ളിൽ കൂടെ നടന്നത്, അപ്പോൾ വേഴ്സാഷിയൊക്കെ കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നേരെ പെട്രോണാസിലേക്ക് വന്നു. നൈറ്റിലൊരു വൈബാണ്, നല്ല പൊളിയായിട്ടുണ്ട്, നല്ല ലൈറ്റൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്ഷേ ഇതിൻ്റെ മുകളിൽ പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളിവിടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകമായൊരു കാര്യം ശ്രദ്ധിക്കുക, കറക്റ്റ് സമയത്ത് വരണം. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് ഇതിപ്പോൾ കാണുന്നത് പെട്രോണാസിന്റെ നൈറ്റ് വ്യൂ ആണ്. പോയി കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നോക്കണ്ടോ, നേരിട്ട് ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര എന്താ പറയുക കിടിലനായിട്ടുണ്ട്. ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക ഇതിൽ കണ്ടുകൊണ്ടിരിക്കാണ്ട് വന്നതാണ്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. കൊള്ളാം. മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബല്ലേ. ഞങ്ങൾ ക്രിസ്മസ് ടൈമിലാണ് പോയത്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തുപോയി. സോറി ഗായ്സ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ കണ്ടു. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പുറത്ത് പോയിട്ടൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് എന്തായാലും ഇപ്രാവശ്യം സാധിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നേരെ തന്നെ അടിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. പെട്രോണാസിൻ്റെ അടിയിൽ വന്നു. എന്നിട്ട് 2 ട്രെയിൻ ടിക്കറ്റ് എടുത്തായിരിക്കുകയാണ്. അതിന് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത്. ഇവിടെ ബിൽഡിങ്ങുകളുടെ അടിയിലാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. വലിയ വലിയ ബിൽഡിങ്ങുകളുടെ അടിയിലൊക്കെ കൂടെ പോകുന്ന രീതി. അപ്പം നമുക്ക് ഓരോ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ ഓരോ വലിയ വലിയ അപ്പം നമ്മൾ 2 ടിക്കറ്റ് എടുത്തു ട്രെയിനിൻ്റെ. ഇതാണ് കേട്ടോ ട്രെയിൻ ടിക്കറ്റ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന പെട്രോണാസിൻ്റെ നേരെ അടിയിൽ നിന്നാണ്. 5 റിംഗറ്റാണ് ആയിരിക്കുന്നത്. നമ്മൾ 2 ട്രെയിൻ ടിക്കറ്റ് എടുത്തു. ഇതാണ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്. നമ്മൾ എടുത്തിരിക്കുന്നത് പെട്രോണാസിൻ്റെ അടിയിൽ നിന്നാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ വലിയ ബിൽഡിങ്ങുകളുടെ അടിയിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. സോ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക് അതുപോലെ ഇങ്ങനെയുള്ള പെട്രോണാസ് കെ എൽ ടവറിനൊക്കെ അടിയിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ കയറി പോരുകയും ചെയ്യാം. നല്ല അടിപൊളി സിസ്റ്റം അല്ലേ. ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും കാണേണ്ട കാഴ്ച കേട്ടോ. ഇതാണ് പ്ലാറ്റ്ഫോം. നമ്മൾ ഈ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറിയിട്ട് നമ്മൾ KL സെൻട്രലിലേക്കാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കൊള്ളാല്ലേ പരിപാടി. ഇതേപോലെയൊക്കെ നമ്മുടെ നാട്ടിലാക്കിയിരുന്നെങ്കിൽ എന്ത് സൂപ്പറായേനെ. ഇവിടെ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ട്രെയിൻ പോലും ഇല്ല അല്ലേ. ഓരോ ഡെവലപ്മെൻറ്റുകളെ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് കണ്ടിരുന്ന മ്യൂസിയത്തിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. ഫോളോ അസ് ഫോർ മോർ വീഡിയോസ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു അടിപൊളി തായ്ലൻഡ് ട്രിപ്പിൻ്റെ വീഡിയോ ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം 2-3 ദിവസത്തിനുള്ള എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങളതെല്ലാം പോയി കാണുക. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക.